ഇസ്രായേലോട് ചോദിക്കാം, ഇസ്രായേലെ നിങ്ങളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? അവർ പറയും, ഞങ്ങൾ മാറ എന്ന് പറയുന്ന ഒരു നദിയുടെ മുമ്പിലാണ്. വെള്ളം ധാരാളം ഉണ്ട് കുടിക്കാൻ, പക്ഷെ കുടിക്കാൻ ഒരു മാർഗ്ഗമില്ല, കയ്പാണ്. നിങ്ങൾ ഇവിടെ എങ്ങനെയാ എത്തിയത്? അവർ പറയും, ഞങ്ങൾ വലിയ ചെങ്കടലിനെ രണ്ടായി പിളർന്നിട്ടാണ് ഇവിടേക്ക് എത്തിയത്. വലിയ ചെങ്കടൽ പിളർന്നതുപോലെ അത് വെള്ളത്തെ വിഭാഗിക്കുകയായിരുന്നു. അത് ഇതുവരെ ഞങ്ങൾ കണ്ടിട്ടില്ല, ഇതുവരെ കേട്ടിട്ടില്ലാത്തൊരു കാര്യമായിരുന്നു. പക്ഷെ ഇവിടെ വെള്ളം കയ്പാണ്, അതെന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ മുമ്പിലെ ആവശ്യത്തിന് മുമ്പിലാണ് അതുവരെ ഇല്ലാത്ത ദൈവത്തിന്റെ പുതിയതൊന്ന് വെളിപ്പെട്ടു വരുന്നത്. അതിനാ പറഞ്ഞ്, നിങ്ങളുടെ മുമ്പിലെ പ്രശ്നം എന്തോ ആകട്ടെ, ഇതുവരെ ആർക്കും ഉണ്ടാകാത്തതാകട്ടെ, അതിനുവേണ്ടി പുതിയതൊന്ന് ചെയ്യാൻ ദൈവം തയ്യാറാണ്. ഈ പുസ്തകം നിങ്ങൾ ശ്രദ്ധിച്ചു വായിക്കണം. ആവർത്തനമുള്ള അത്ഭുതങ്ങളല്ല ഈ പുസ്തകത്തിലുള്ളത്. ഈ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ചില അത്ഭുതങ്ങളുണ്ടായ സ്റ്റോറി എഴുതി വെച്ചിരിക്കുകയല്ല. ദൈവം ചിലത് ഇന്നലെ വരെ ചെയ്യാത്തത് ചെയ്തത് എഴുതി വെച്ചിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ, ഇന്നലെ ഞാൻ മോശയ്ക്ക് ചെയ്തത് അല്ല ഞാൻ നിനക്ക് ചെയ്യുന്നത്, മോശയ്ക്ക് ചെയ്തതല്ല ജോഷുവയെ നിനക്ക് ചെയ്യുന്നത്, ജോഷുവച്ചയ്ക്ക് ചെയ്തതല്ല ഞാൻ ഗിദെയോനെ നിനക്ക് ചെയ്യുന്നത്, ഗിദെയോന് ചെയ്തതല്ല. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. യോനയ്ക്ക് ചെയ്യുന്നത് ആർക്കും ചെയ്തതല്ലാത്തത് ചിലത് ചെയ്യുവാൻ നീയും ദൈവമുള്ള ബന്ധമാണ് ആവശ്യം, റിലേഷൻ ആണ് ആവശ്യം.